Hello, good morning all. Good morning dears. എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖാണോ? ഹാപ്പി ആണോ? ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, അപ്പോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എനി റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളുടെയും ജീവനാഡിയാണ്, ജീവരക്തമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ട്രൂ ഓർ ഫോൾസ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? അംഗീകരിക്കുന്നുണ്ടോ? ഓക്കെ, വത്സല മാം സ്ട്രോങ്ലി അഗ്രി. ഓക്കെ, എല്ലാരും അംഗീകരിക്കുന്നു? യെസ് ഓർ നോ? യെസ്, രാജലക്ഷ്മി മാം അംഗീകരിക്കുന്നു. ഓക്കെ, ഹേമന്ത് സർ, ഫൈസൽ സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ആശയവിനിമയം എന്ന് പറയുമ്പോഴേ വിശ്വാസവും അടുപ്പവും അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മനസ്സിലാക്കലും ഒക്കെയാണ് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഏതൊരു ബന്ധത്തിനും കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലേ? എല്ലാ ബന്ധങ്ങളിലും ആശയവിനിമയം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്, അല്ലേ? അത് നമ്മൾ തമ്മിലുള്ള അടുപ്പത്തെ വർദ്ധിപ്പിക്കുന്നു, അല്ലേ? അത് അടുപ്പത്തെ ഒന്നിങ്ങനെ, അല്ലേ, അതിന്റെ ആ ഡിസ്റ്റൻസിനെ ഇങ്ങനെ കുറയ്ക്കണുണ്ട്, അല്ലേ? കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടുകൂടി, അല്ലേ, നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ആളുകളാണ്, അല്ലെ, സംസാരിച്ച് അതിന്റെ അടുപ്പം അകലം കുറഞ്ഞു വന്ന് കൂടുതൽ അടുപ്പം ഉണ്ടാക്കാന്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിലപ്പം നമ്മൾ ചില ആളുകൾ ഇങ്ങനെ കാണും, അല്ലെ, കൊമ്പം മീശ, അല്ലെ, എന്താ വലിയ ജൈജാന്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, അല്ലെ, കുറച്ച് വണ്ണൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വീരപ്പന്റെ പോലെയുള്ള രൂപം, അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു രൂപം ഉണ്ട്, അല്ലെ? ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ആന്റിമാരാകാം, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളാകാം. നമ്മൾ പേടിച്ചിരുന്ന, കാണുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന ഒരു രൂപമൊക്കെ ഉണ്ടാവും, അല്ലെ? പോലീസുകാരെ പേടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആ രൂപത്തെ നമ്മൾ ഒന്ന് അടുത്ത് കഴിയുമ്പോഴേയിരിക്കും, അയ്യോ ഇത്രേ ഉള്ളോ, ഇങ്ങനെ ഇത്രയും പാവമായിരുന്നോ ഇവര് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പൊ നമ്മളെ പരസ്പരം മനസ്സിലാക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പം അതൊന്ന് സോൾവ് ആകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഒരു തുറന്നുള്ള സംസാരം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ എന്താണ് സംഭവം? നമുക്ക് കുറെയൊക്കെ മനസ്സിലായി. എന്നാലും ആശയവിനിമയം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, പലപ്പോഴും പല ഡെഫിനിഷൻസും ഉണ്ട് എങ്കിലും അതിന് നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അല്ലേ? ഇപ്പം സ്നേഹം എന്ന് പറയുമ്പം അത് ഓരോരുത്തരുടെ ഉള്ളിലും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ, അല്ലേ, തിരിച്ചറിവാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. സുഹൃബന്ധം, തുറന്ന് സംസാരിക്കൽ. യെസ്, വെരി ഗുഡ്. ഓക്കെ, തുറന്നു പറയുക.
ഓക്കെ, തുറന്ന് സംസാരിക്കാൻ ഒരാൾ, കാരണം ഉള്ളിന്റെ ഉള്ളത്തെ കാര്യങ്ങളാണ് ഈ വരുന്നത്. തുറന്ന് അങ്ങോട്ട് സംസാരിക്കണം, അല്ലെ? എന്റെ ഉള്ളത്തെ കാര്യങ്ങള് എനിക്ക് തുറന്ന് അങ്ങോട്ട് സംസാരിക്കണം എന്നുള്ളതാണ് പലരുടെയും ആശയവിനിമയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാല് ആശയവിനിമയം എന്ന് പറയുന്നത് ഷെയറിങ് ഫീലിങ്സ്, ഇമോഷൻസ് ആൻഡ് നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഐഡിയാസ്, ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, ആശയവിനിമയം എന്ന് പറയാം. എൻ്റെ ഉള്ളിലെ എൻ്റെ വികാരങ്ങളെ, അതുപോലെ തന്നെ എൻ്റെ ആശയങ്ങളെ, എൻ്റെ ഫീലിങ്സിനെയൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, അല്ലെ? അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുണ്ട്? പല തരത്തിലുണ്ട് കേട്ടോ. ഒരുപാട് കമ്മ്യൂണിക്കേഷന്റെ ക്ലാസ്സുകൾ, 3-4 ക്ലാസ്സുകൾ ഞാൻ തന്നെ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നാവണം, അല്ലേ? വെരി ഗുഡ് ഹെമൻസ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാവണം കമ്മ്യൂണിക്കേഷൻ. അവിടെയാണ് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്, അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ വരിക? വളരെ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തുറന്നു പറയും, തുറന്നു പറയുന്നത് കേൾക്കും, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാവും, അല്ലേ? അല്ലെ? ആ എമ്പത്തറ്റിക് ആയിട്ട് കേൾക്കും, ആ സ്നേഹവും ഒക്കെ അവിടെ ഉണ്ടാകും. എങ്കില് നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവുമ്പോൾ അവിടെ എങ്ങനെയാണ് വരിക? നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെ? വിമർശിക്കുന്ന രീതിയിൽ, നീയല്ലേ, ഇത് കാണാൻ കൊള്ളൂല, അല്ലെ? അത് നിനക്ക് ഒരു മാച്ചും ഇല്ല, അല്ലെ? അത് നിങ്ങൾ ഇട്ടാ റെഡി ആവില്ല, നിങ്ങൾ അത് ചെയ്താൽ ശരിയാവില്ല, അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, തെറ്റുകളൊക്കെ അത് നീ ചെയ്ത് തെറ്റാണ്, ഇത് ശരിയല്ല, അത് ശരിയല്ല, ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെ? പിന്നെ എന്താണ്? എന്തെങ്കിലും പറയുമ്പോൾ ഡിഫെൻസ് ചെയ്യുക, പ്രതിരോധിക്കുക. എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ളത്. അതുപോലെ തന്നെ നമ്മളെ അവഗണിച്ചുകൊണ്ട് സംസാരിക്കുക, നമ്മളങ്ങ് മാറ്റി നിർത്തിയിട്ട്, നമ്മൾ ഇപ്പോ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മളങ്ങ് തീരെ അവഗണിച്ച് തീർത്തും മാറ്റി നിർത്തി അങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ പരിഹസിച്ച് സംസാരിക്കുന്ന ആളുകൾ. ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ മറ്റുള്ളവരോടാണെങ്കിലും പരിഹസിക്കുന്ന രീതിയിൽ കുറ്റപ്പെടുത്തുക, വിമർശിക്കുക, പ്രതിരോധിക്കുക, ഇതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് നമ്മളെ ഉള്ളില് മറ്റുള്ളവരെ അതായത് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ ഒരാളിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നെഗറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, നിസ്സാര ഒരു വഴക്കുണ്ടായി, അതെപ്പോഴും നീ ഇങ്ങനെയാണ്, ഇതിങ്ങനെ സംഭവിക്കും, നീയല്ലേ ചെയ്തത്, നീ അവിടെ നിൽക്ക്, മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തളച്ചിടുന്ന രൂപത്തില്, ഓഫീസിലാവാം, നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസിലാവാം, നമ്മുടെ വീട്ടിലാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിന്റെ അടുത്താവാം. അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള അടിച്ചാക്ഷേപിച്ചൊക്കെ ഉള്ള സംസാരം നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഒരാളെ സംസാരിക്കാൻ സമ്മതിക്കാതെ വൺ വേ ആയിട്ട്, അല്ലെ? ആ ഒരു രീതിയിൽ ഹിറ്റ്ലർ സ്റ്റൈലിലൊക്കെ ഉള്ള ആ സംസാരം വരുന്ന സമയത്ത് നമുക്ക് അവരോടുള്ള വെറുപ്പ്, അല്ലെ? ഒരാളിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടാകും. അതേപോലെ പ്രശ്നം കൂടുതൽ വഷളാവാനും, വൈകാരികമായിട്ടുള്ള വൂണ്ട്, അല്ലെ? ഒരു ഇമോഷണൽ വൂണ്ട് അവരിൽ ഉണ്ടാക്കാൻ, ഒരു മുറിവ്, അല്ലെ? വ്രണം ഉണ്ടാവാനായിട്ട്, അതുപോലെ തന്നെ അവിടെ ഡിസ്റ്റൻസ് കൂട്ടാനായിട്ട്, വേർപാട് ഉണ്ടാക്കാനൊക്കെ കാരണമാകും, അല്ലെ? നമ്മൾ പറഞ്ഞു നല്ല ബന്ധങ്ങൾ അടുപ്പം കൂട്ടും, സ്നേഹബന്ധം കൂട്ടും, വിശ്വാസം കൂട്ടും എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത് എങ്കിൽ അവിടെ അകൽച്ചയും തളർച്ചയും വേദനകളും ഒക്കെയാണ് ഉണ്ടാവുക, അല്ലെ? നമുക്കറിയാം നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം, അല്ലെ? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് മിക്കപ്പോഴും, അത് തന്നെയാണ് കാരണം, അല്ലെ? ആണോ? അല്ലെ? നമ്മൾ നമ്മുടെ ചുറ്റുപാടിലും കാണുന്നത് ചിലപ്പോ കുഞ്ഞൊരു കാര്യമായിരിക്കും,
ഒരു കുഞ്ഞു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ അത് എന്തായി, വഴക്കായി, അതിങ്ങനെ വെച്ച് ഇവര് തമ്മിലുള്ള പ്രശ്നമായി. അത് പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആളുകൾ വന്ന് അത് പ്രോപ്പർ ആയിട്ടുള്ള ആളുകളല്ല ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അതൊന്നും കൂടി വലുതായി അതെന്ത് ചെയ്യും, അതങ്ങ് വലിയൊരു വിസ്ഫോടനമായി മാറും അല്ലെ. അപ്പോ അതുപോലെ പല ബന്ധങ്ങളും തകരാനിടയാക്കുന്നത് ഈ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് കൊണ്ടാണ് പല ബന്ധങ്ങളിലും പല റിലേഷൻഷിപ്പുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ പറയില്ല, മനസ്സിൽ വെച്ച് നടക്കും, പിന്നെ ബോംബ് പോലെ പൊട്ടിത്തെറിക്കും ഒക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത്. വെരി ഗുഡ്. കാരണം അനുഭവിക്കുന്നവർക്ക് അറിയാലേ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക്, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ചില പോയിന്റ്സുകൾ ഇതൊക്കെ ബുക്കിലൊക്കെ എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള പോഡ്കാസ്റ്റ് ആയിട്ടൊക്കെ മറ്റൊക്കെ വരുന്നത് എന്താണ്, അവര് കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും കാര്യമാണ്. പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനുഭവം ഗുരു, യെസ്. അപ്പോ നമ്മള് ഇങ്ങനെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളില് ആ സ്നേഹബന്ധവും ആ ബന്ധത്തിലെ ഊഷ്മളതയും വർദ്ധിക്കുന്നു എന്നാണ് അല്ലേ. യെസ് ഓർ നോ? എനിക്കറിയാം ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ട്, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ വേയിൽ മാത്രം ചിന്തിച്ചാല് ഒരിക്കലും ആ ബന്ധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഒരു സ്റ്റോറി അല്ല, ഉള്ള കാര്യമാണ്. നമ്മുടെ തൽക്കാലം ആ രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് അരുൺ എന്നും നീതു എന്നും വിളിക്കാം. ഓക്കെ. ഇവര് രണ്ടുപേരും വളരെയധികം സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച വ്യക്തികളാണ്. കല്യാണം കഴിച്ചു. ആദ്യ നാളൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു താമസം. ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു. അപ്പൊ അവർക്ക് ആ ഒരു സമയത്ത് പഠിച്ചിറങ്ങി ജസ്റ്റ് ജോലിയിലേക്ക് പ്രവേശിച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ ആ സമയത്താണ് ജോലി അന്വേഷിച്ച് ഒന്ന് കണ്ടുപിടിച്ച്, ആ സമയത്തൊക്കെ എന്തായാലും രണ്ടുപേരും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ടിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് കുറച്ച് കൂടുതൽ സ്ട്രെസ് ഒക്കെ ആവും അല്ലെ. ഓഫീസിലൊക്കെ ആവുമ്പോൾ കുറച്ച് സ്ട്രെസ് ആകും. അങ്ങനെ പരസ്പരം ഇവരെന്ത് ചെയ്ത് അങ്ങനെ കാരണം റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. അങ്ങനെ അതൊക്കെ വന്ന സമയത്ത് ഇവരെന്ത് ചെയ്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറവാകാൻ തുടങ്ങി. അത് ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അപ്പൊ ഒരു സൈഡിൽ നിന്ന് കുറയുമ്പോൾ അത് വിചാരിക്കുക എന്താ, ഇവർക്ക് പഴയ പോലെ ആ ഒരു ഇതില്ല, കോളേജ് ടൈമിൽ ആ സമയത്തുള്ളത് പോലെയല്ല, ഇപ്പൊ എന്തോ സംഭവമുണ്ട്. ഇവരും വിചാരിക്കുന്ന അങ്ങനെയാണ്. അങ്ങനെ ഇവര് പരസ്പരം ഫ്ലാറ്റിൽ വരുന്ന സമയത്ത് ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കായി. ചിലപ്പോൾ മിണ്ടാത്തത് കൊണ്ട് തന്നെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഇല്ലാത്തൊരു അകൽച്ച വരികയാണ്, എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വരികയാണ്. അപ്പോ അങ്ങനെ വന്ന് അവരുടെ ഇടയിലുള്ള പ്രശ്നം കുറച്ച് വലിയ പ്രശ്നമായി. വീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഫൈനൽ ഡിവോഴ്സിലേക്ക് പോവാം, സെപ്പറേറ്റ് ആവാം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്താണ് അവരുടെ ഫ്രണ്ട് അവരെ നമ്മളെ കണക്ട് ചെയ്യുന്നതും, അവർ കണക്ട് ചെയ്ത് സംസാരിച്ച്, അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച സമയത്ത്, അതായത് അവരോട് മാറ്റി നിർത്തി സംസാരിച്ച സമയത്ത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പണ്ടത്തെ പോലെ ആ സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. കാരണം അവിടെയുള്ള ഒരു സ്പാർക്ക്, ആ ഒരു കുഞ്ഞു സ്പാർക്ക് വലിയൊരു തീയായിട്ട് മാറാന് ആ കുഞ്ഞു കുഞ്ഞു തെറ്റിദ്ധാരണകളും ആ അകൽച്ചയും കാരണമായി എന്നുള്ളതാണ്. പിന്നീട് അവര് സംസാരിച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവര് വീണ്ടും റീജോയിൻ ആയി ഇന്ന് കൂടുതൽ നന്നായിട്ട് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുന്ന പോലെ സന്തോഷത്തോടെ കുട്ടികളോടൊപ്പം ജീവിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് കാര്യം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്ന അകൽച്ച എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ
കുറെ കാര്യങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. ഇതാ ഇങ്ങനെ പണ്ടത്തെ പോലെ സ്നേഹം ഇല്ലല്ലോ, ഇല്ല അന്നൊക്കെ എന്തൊക്കെയോ ആയിരുന്നു, നമ്മുടെ ഇതിൽ പറയുന്ന പോലെ എന്തെല്ലാമായിരുന്നു അന്നൊക്കെ അല്ലെ, എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു, എന്തോ ഒരു സ്നേഹമായിരുന്നു, എന്തോ ഒരു കെയറിങ് ആയിരുന്നു. ഇന്ന് എന്തോ സംഭവം ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആരോ ഉണ്ട് അല്ലെ. ഇതേക്കെ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ചിലപ്പം ഫോണ് വിളിക്കുന്നത് ഓഫീസിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കായിരിക്കാം, ബിസിനസ് ആവശ്യത്തിനായിരിക്കാം. അപ്പോഴാ ഇന്നിപ്പോ എന്നോട് സ്നേഹമില്ലാത്തത് ഈ ഒരു കാര്യം വന്നത് കൊണ്ടാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ വരുന്നു. അകൽച്ച വീണ്ടും വീണ്ടും കൂടുന്നു. അത് പകയായി, വിദ്വേഷമായി, ദേഷ്യമായി അല്ലെ, സ്ഫോടനമായി, പിന്നെന്തായി, സെപ്പറേഷനായി, ഡിവോഴ്സായി അല്ലെ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോവാറുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫില് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, എന്തിനാണ് നമ്മൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ പോയിന്റ്സ് വരട്ടെ കേട്ടോ, നല്ല രസമാണ് നിങ്ങളങ്ങനെ. അപ്പൊ നമുക്ക് അറിയാം, അപ്പൊ കണ്ടില്ലേ നേരത്തെ തുറന്ന് സംസാരം, ഈ പോയിന്റുകളാണ് കൂടുതൽ വന്നത് അല്ലെ. തുറന്ന് നമ്മൾ സംസാരിക്കാൻ, ഇങ്ങനെ ഒരാളിങ്ങനെ കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വരട്ടെ നിങ്ങളുടെ പോയിന്റ്സുകളെ. അബ്ദുല്ലക്കുട്ടി സർ, അമീറ മാം, ബി ഫാത്തിമ മാം, വത്സല മാം, ഹേമന്ത് സർ, അംസ സർ, എല്ലാവരുടെയും പോയിന്റ്സുകൾ വരട്ടെ. സുരേഷ് കുമാർ സർ, വിജയകുമാരി മാം, ഉമൈബ മാം, എല്ലാവരുടെയും പോയിന്റ്സ് വരട്ടെ. നമുക്ക് നോക്കാലോ. ഇത് ഞാൻ ആരോ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കല്ലേ. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നിങ്ങൾ വീഡിയോ ഓണാക്കിയാലും ഓണാക്കിയില്ലെങ്കിലും കേൾക്കാൻ ആളില്ല. ഇമ്പോർട്ടൻസ് ആണ്, ഇമ്പോർട്ടൻസ്. നമ്മൾ അതിന്റെ പ്രാധാന്യം എന്താണ്, എന്തിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്തിന് നമ്മൾ ഈ ഒരു ആശയവിനിമയം നടത്തണം. ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും, സ്ട്രെസ് ഫ്രീ ആകും. ഓക്കെ, ഇപ്പോഴും അവരവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയണേ, മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അൺകണ്ടീഷൻ റിലീസ് ഫ്രം ഓൾ തിങ്സ്. ബന്ധം കൂടുതൽ ദൃഢമാവും, സ്നേഹബന്ധം ഉണ്ടാവും, മൈൻഡ് ഫ്രീ ആവും, വിശ്വാസം നിലനിർത്താൻ പറ്റും, ബെറ്റർ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് പരിഗണനയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പോയിന്റ്സിൽ ഇവിടെ പോവാട്ടോ. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ആശയവിനിമയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ട്രസ്റ്റ്, വിശ്വാസത്തെ വർദ്ധിപ്പിക്കാന്, ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാന് നമുക്ക് ഈ ഒരു ആശയവിനിമയത്തിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. പണ്ട് നമ്മുടെ ഈ അറ്റ്ലസിന്റെ ജ്വല്ലറിയില് അല്ലെ, ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഉണ്ടായിരുന്നു അല്ലെ, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസം, നമുക്ക് ഒരാളിലുള്ള വിശ്വാസം അല്ലെ. ഞാൻ നിങ്ങളോട് തുറന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് തുറന്ന് സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് തമ്മിൽ ഒരു വിശ്വാസം വരിക അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാൾ, ഇപ്പൊ നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന ആളുകള് സംസാരിക്കുന്നുണ്ട് അല്ലെ, പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും അല്ലേ. ആ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്കൊരു വിമുഖത ഉണ്ടാവും, ഒരു വിശ്വാസം, ഇവരോട് അല്ലേ ഞാൻ എങ്ങനെ ഇതൊക്കെ എങ്ങനെ പറയും എന്നുള്ള ആ ഒരു അകൽച്ച ഉണ്ടാവും. പിന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ, കുറെ കാലം കഴിയുമ്പോൾ മാം ഇതുണ്ട് അതുണ്ട്, ഇതിങ്ങനെയായിരുന്നു. അത് നമ്മൾ ചോദിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല മാം, അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും അഫെയറോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നുമില്ല മാം അല്ലെ, അങ്ങനെയൊന്നുമില്ല, ഞാൻ നല്ല ഇതായിരുന്നു. അങ്ങനെ ഇപ്പൊ റിലേഷൻഷിപ്പിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, ഹാപ്പിയാണ്. ചിലപ്പോ വൈഫ് അപ്പുറത്തിരിക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയട്ടോ.
അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മക്കളുണ്ടാവും. ഇല്ല മാം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ എന്തിനാ കോഴ്സിൽ വന്ന് അത് എന്താ വേദനയാണ്, അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്. ഇവിടെ ഒന്നും പ്രശ്നങ്ങളില്ലാതെ ഒരു വേദനയും നമുക്ക് വരുന്നില്ല. അപ്പൊ ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അപ്പൊ അല്ലെ, എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്ന് പറയുന്നു. അതെ, അതാണ്. നമുക്ക് ഒരാളുടെ അടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആകാൻ പറ്റുമോ? ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പതിയാണ് നമ്മൾ ഒരാളുടെ അടുത്ത് പറയുക. അങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരസ്പരമുള്ള ആ ഒരു വിശ്വാസം, എനിക്ക് ഇപ്പോ വത്സല മാമിന്റെ അടുത്ത് തുറന്നു പറയാൻ, സംസാരിക്കാൻ പറ്റും, എനിക്ക് ഓപ്പൺ ആവാൻ പറ്റും, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എന്റെ മനസ്സിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ തസ്ലീന മാമിന്റെ അടുത്ത് ഓക്കെ പറയാം, എനിക്ക് പറഞ്ഞാല് എനിക്കൊരു ഇത് കിട്ടും, എനിക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം, അല്ലെ, ആ ഒരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിവെന്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കൊമ്പൻ മീശക്കാരനെ കാണുമ്പം നമ്മൾ അയ്യോ അദ്ദേഹം ദുഷ്ടനായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവരോട് അടുക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക, അയ്യോ ഇത്രേ ഉള്ളായിരുന്നോ അല്ലെ. ചില രൂപത്തെ ചില ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില നാട്ടുകാരെ കാണുമ്പോൾ, ചില പ്രത്യേക പേഴ്സണാലിറ്റിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, അല്ലെ. അപ്പൊ ഇവരായിട്ടുള്ള ആ ഒരു അകൽച്ച കുറയാനും ആ ഒരു തെറ്റിദ്ധാരണ മാറാനും ഒക്കെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെ. ഹൃദയത്തിൽ നിന്ന്, ഇപ്പോ ഹേമന്ത് സാറ് പറഞ്ഞ പോലെ ഹൃദയത്തിന്റെ അകത്ത് നിന്നുള്ള ആ ഒരു സംസാരം, ക്ലിയർ ആയിട്ടുള്ള സംസാരം, ഒന്നും മറച്ച് വെക്കേണ്ടത് ഇല്ല. എല്ലാരോടും നമുക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാൻ പറ്റും, അല്ലെ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ, അല്ലെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, അല്ലെ, അതൊരു റിലേഷൻഷിപ്പാണ്. അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട് അതിന്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെ, ബോസ് ആൻഡ് മറ്റുള്ള ആളുകളായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം സോൾവിങ് ആണ്. ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, നമ്മൾ ആരെങ്കിലും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കേൾക്കുമ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുക, അല്ലെ. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അവര് നന്നായിട്ട് കേൾക്കുകയും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും, അല്ലെ. ചിലപ്പോ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ, നീതുവിന്റെ അരുണിന്റെയും കാര്യം പറഞ്ഞതുപോലെ അവിടെ കേൾക്കാത്തത് കൊണ്ടാണ് അവര് അവിടെ പ്രോബ്ലം ഉണ്ടായത്, അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണ്? പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യാനോ കേൾക്കാനോ ഉള്ള ഒരു മനസ്സുണ്ടായില്ല. അപ്പൊ അരുണ് പറയുന്ന കാര്യത്തിന്, ചെറിയ ഓഫീസിൽ ചില കാര്യങ്ങൾ കുറച്ച് സ്ട്രെസ്സിലാണ് വരുന്നതെങ്കിൽ ഇവര് പറയുന്ന കുഞ്ഞു കുഞ്ഞു പരാധീനതകള്, പ്രശ്നങ്ങൾ കേൾക്കാനുള്ള മനസ്സ് ഇവർക്ക് ഉണ്ടാവില്ല. ഇത് വെച്ച് ഇവര് എന്തെങ്കിലും പറയുമ്പോൾ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവരാകെ അപ്സെറ്റ് ആയി പോകും. അപ്പൊ പ്രോബ്ലം സോൾവിങ്ങിനെ, നമ്മുടെ ആ ഒരു പ്രശ്നത്തെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് കേൾക്കണം. ഇപ്പൊ ഇവര് പറയുന്നു എനിക്ക് ഇങ്ങനെ ഓഫീസിൽ സ്ട്രെസ്സുമായിട്ടാണ് ഞാൻ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നോട് പെരുമാറിയത്, അന്ന് ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു എന്ന് പറയുന്ന സമയത്ത്, അപ്പൊ ഇവര് പറയാണ് ഞാൻ അന്ന് ഞാൻ ഇമോഷണലി ആൻഡ് ഫിസിക്കലി വല്ലാതെ ടയേർഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അന്ന് അത്രയും ഒരു സിറ്റുവേഷനിലായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ സംസാരിച്ചത്. അപ്പോ ഓക്കെ, അല്ലെ, പരസ്പരം തുറന്ന് സംസാരിക്കുന്നതിലൂടെ ആ പ്രശ്നം ഇല്ലാതാകും. ഓക്കെ, അതുപോലെ തന്നെയാണ് സെൽഫ് റിയലൈസേഷൻ. നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്കതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ. നമ്മുടേതായിട്ടുള്ള നന്മകള്, അല്ലെ, നമ്മുടേതായിട്ടുള്ള നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെ. നമ്മൾ വിചാരിക്കും നമ്മൾ പക്കയാണ് എന്ന്, അല്ലെ. എന്ത് കാര്യമാവട്ടെ, നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള കാര്യമാണെങ്കിലും സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ഓവറോള് സ്നേഹമില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറയുമോ? അതൊരു ക്വസ്റ്റ്യൻ ആണ് എന്നോട്.
അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഓഡിയൻസ് ഒന്ന് പറയൂ, സ്നേഹമില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറയോ? യെസ്. അങ്ങനെയും ആവാം. ഓക്കെ. അപ്പൊ നമ്മുടെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃബന്ധങ്ങള്, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലേ? ഇന്ന് നമ്മള് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഒരാളെ വിളിക്കുകയാണെങ്കിൽ, വല്ലപ്പോഴും ഒരു മെസ്സേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു നല്ല ബന്ധം ഉണ്ടാവും. ഒരിക്കലും ഒരാളെ കണ്ടു, അപ്പൊ നമ്മൾ അവരെ ഒന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, വല്ലപ്പോഴും ഒന്ന് വിളിക്കുകയാണ് അല്ലെ, ആ ഒരു കോളിൽ നിന്നായിരിക്കും നമ്മുടെ ആ ബന്ധം ഇങ്ങനെ ദൃഢമായി സുന്ദരമായ ചില ബന്ധങ്ങൾ നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ കിട്ടാറുണ്ട്. അല്ലെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അല്ലെ, ലെറ്ററിലൂടെ ഞങ്ങളെ പരിചയപ്പെട്ട എന്റെ ഒരു നെയ്ബർ ആയിരുന്ന ഒരാള്, നെയ്ബറായിട്ട് അവിടെ കല്യാണം കഴിച്ചു വന്ന ഒരാള് ഇങ്ങനെ ഒരാളെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ഇതുപോലെ അവിടെയും ചെന്ന് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൾ എനിക്കൊരു ലെറ്റർ എഴുതി. ആ ലെറ്റർ എഴുതി ഞാനത് വായിക്കും, ഞാനും തിരിച്ച് ലെറ്റർ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ലെറ്റേഴ്സ് ഞങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അന്ന് ഇതുപോലെ ഫോണല്ലല്ലോ, വല്ലാത്തൊരു പ്രതീക്ഷയായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയോ അന്നത്തെ ആ ഒരു ഏജിലുള്ള ആ ഒരു സന്തോഷം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി നല്ലൊരു ബന്ധമായിരുന്നു. അപ്പൊ ആ ഒരു ബന്ധം, ആ ഫ്രണ്ട്ഷിപ്പിലെ അത് ലെറ്ററിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിങ്ങനെ ജസ്റ്റ് അല്ലേ, നമ്മളിപ്പോ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, എന്നും എവിടെ പോകുന്ന ഒരാൾ പോകുന്നുണ്ടെന്ന് നിൽക്കാം, നമ്മൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കും അല്ലെ. അതൊക്കെ ഇങ്ങനെ വിചാരിക്കും, ജസ്റ്റ് നോക്കിയേക്കും, അവരൊന്ന് നമ്മളൊന്ന് പുഞ്ചിരിച്ചു, അവരും പുഞ്ചിരിച്ചു. അപ്പൊ പിന്നെ എന്നും അതിലെങ്ങനെ നടന്നു പോകുമ്പോ ഒന്ന് കൈ കാണിക്കാൻ തുടങ്ങും അല്ലെ. അങ്ങനെ നമ്മൾ ഇല്ലേ, അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വായും കൊണ്ട് എപ്പോഴും പറയണമെന്നില്ല അല്ലെ, മെസ്സേജ് ആയിട്ട് വിടാം, ലെറ്റർ ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ ലെറ്റർ ആയിട്ട് എഴുതാം, കണ്ണുകൊണ്ട് കാണുന്ന ബന്ധങ്ങള് അല്ലെ, കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ കൊണ്ട് അല്ലെ, ഒക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലെ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നമ്മളെ അങ്ങനെ പല ഇല്ലേ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ പലതരത്തിലുള്ള ഇമോജീസ് ഉണ്ട് അല്ലെ, ഒരുപാട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എനിക്ക് ചിലപ്പം നമുക്ക് ഈ വേർഡ്സിനെക്കാളും ചിലപ്പം മീനിങ് ഫുൾ ആയിട്ട് തോന്നാറുണ്ട് നമ്മുടെ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലേ. ചിലപ്പോൾ നമ്മളൊരു ഇമോഷനിൽ ഇരിക്കുമ്പം ഒരു ഇമോജി മതിയാകും അല്ലെ. ഒരു ഇമോജിയിലൂടെ നമുക്ക് ചിരിക്കാനും സങ്കടപ്പെടാനും അല്ലെ, എത്രമാത്രം ഫീലിങ്സിലൂടെയാണ് ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ഇമോജിയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിമ്പിൾസ്, അതുപോലെ വേർഡ്സ്, അവരയക്കുന്ന മെസ്സേജുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ അകന്ന് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിലൊക്കെ നമുക്കൊന്ന് ഫാമിലി മീറ്റ് ഉണ്ട് അല്ലെ. അത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. എല്ലാരും കൂടെ കൂടി എല്ലാവരും ഒന്ന് അറിയാനും അല്ലെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ മൂത്ത ആളുകളെ, നമ്മുടെ യങ്ങർ ജനറേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഫാമിലി മീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ എന്ത് ചെയ്യും, ദൂരെയുള്ള ആ ബന്ധുക്കളെയൊക്കെ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നിയർ ബൈ ആയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഇന്നിപ്പോ കുറേ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാറുണ്ട്. ഫാമിലി ഗെറ്റ് ടുഗദർ, അതുപോലെ തന്നെ സ്കൂളുകളില്, കോളേജുകളില് അല്ലെ, +2 SSLC അങ്ങനെ ഓരോ ബാച്ചുകളിലൊക്കെ ആയിട്ടും കൂടിച്ചേരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻസ് നടക്കാറുണ്ട്. അതിന് ഒരുപാട് നല്ല ഗുണങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പോ അല്ലെ, നല്ല ഗുണങ്ങൾ, അതിന്റെ നന്മവശങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. ഓക്കെ. അതുപോലെ തന്നെയാണ് ലവ് ആൻഡ് കെയർ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പരസ്പരമുള്ള സ്നേഹവും പരിചരണവും കൂടും എന്നുള്ളതാണ്. നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഹസ്ബൻഡിന് ആൻഡ് വൈഫ് അവര് തമ്മിലൊരു പരസ്പരം കെയറിങ് അല്ലെ, സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവും, സ്നേഹവും അല്ലെ. അത് വേറെ ആളുകളാണെങ്കിലും അവരോട് നമുക്കിപ്പോ നമ്മൾ തുറന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു സന്തോഷത്തോടെ കൂടെയുള്ള ആ ഒരു ജീവിതം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും, അതുപോലെ തന്നെ പരസ്പരം
പരിചരണവും ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെയുള്ള കുറേ ആളുകളുണ്ട് സന്തോഷത്തോടു കൂടി നല്ല ബന്ധങ്ങള്. ഞാനൊരു കമന്റ് വായിച്ചതാണേ. ഓക്കെ, ഞാൻ ഫുള്ള് വായിച്ചില്ല. ഓക്കെ, അപ്പൊ പരസ്പരമുള്ള ആ ഒരു ബന്ധങ്ങള്, ആ ഒരു സ്നേഹം, ആ ഒരു കെയറിങ് മതിയാവും ല്ലേ നമ്മുടെ ലൈഫില്. ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത പല ഇല്ലാത്തൊരു ഫീല്, ആ ഒരു സ്നേഹം അനുഭവിക്കാന് ചില ആളുകളുടെ സ്നേഹവും കരുതലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യമേ ഞാന് ഇങ്ങനെ ബസ്സിൽ പോയിട്ട് EFTക്കൊക്കെ മുമ്പ് ബസ്സിൽ പോയ ഞാൻ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യായിരുന്നു. അന്ന് ബസ്സിലല്ല ട്ടോ, ബസ്സിലല്ല, കാറിലായിരുന്നു. പക്ഷെ ഞാൻ ഇരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വാനില് പോവാണ്. വാനില് ഇങ്ങനെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഡ്രൈവറുടെ ഓപ്പോസിറ്റ്. അപ്പൊ ഈ ഓപ്പോസിറ്റ് ഇരുന്ന വൊമിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യും. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് എന്റെ ലൈഫിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഞാന് ഫുഡൊന്നും കഴിക്കാതെ ഏറ്റവും കൂടുതൽ വൊമിറ്റ് ചെയ്തിട്ടുള്ള, ആകെ ടയേർഡ് ആയി പോയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ എന്റെ കൂടെ ഒരാളുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, നീ ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ എത്തുമ്പോ അവരെന്ത് വിചാരിക്കും? നീ ഇങ്ങനെ കുറച്ചൊന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കെ. ഇങ്ങനെ, കാരണം എന്റെയിൽ ഇനി ഒരു എനർജി ഇല്ല. എന്റെ കുഞ്ഞാണെങ്കിൽ ചെറുതാണ്. അപ്പൊ എന്റെയിൽ ഇനി ഒരു എനർജി ഇല്ല. അങ്ങനെ ഞാൻ ഇതായിട്ടുണ്ട് എന്റെ കണ്ടീഷൻ. അപ്പോ നമ്മളൊരു മാരേജിന് പോവാ. അപ്പൊ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ഉമ്മ എന്നെ കണ്ടപ്പോ പറഞ്ഞു, അയ്യോ മോളെ, നീ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടല്ലോ, എന്ത് പറ്റി നിനക്ക്? ഓടിപ്പോയിട്ട് അവരെന്താ ചെയ്തെന്ന് വെച്ചാല്, അപ്പൊ അവര് പറഞ്ഞു അവളെ വൊമിറ്റ് ചെയ്ത് നിനക്ക് ഇങ്ങനെ ഇങ്ങനെ വയ്യാണ്ടായി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവര് ഓടിപ്പോയിട്ട് എന്താന്ന് ചെയ്തെന്ന് വെച്ചാല്, ഓടിപ്പോയിട്ട് എനിക്ക് കഞ്ഞി കൊണ്ടു തന്നവര്. എന്റെ ലൈഫില് ഇപ്പോഴും ഞാൻ പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് എനിക്ക് കണ്ണ് നിറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത്രയും ആ ഒരു കഞ്ഞിയുടെ സ്നേഹം ഉണ്ടല്ലോ, അത് എത്രയാന്ന് പറയാ. ആ ഒരു ഉച്ചയ്ക്ക് വെച്ച ചോറാണ്, അതിലിത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് അവരെനിക്ക് കൊണ്ടു തന്നതെങ്കിൽ അതാണ് ല്ലേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ. ഞാനൊന്നും പറയാതെ തന്നെ എന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും അല്ലേ, ആ ഒരു എന്റെ ജീവിതത്തിൽ മറക്കാത്ത കുറച്ച് ആളുകൾ ഇങ്ങനെ എന്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അല്ലെ, അതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ വായി കൊണ്ട് നമ്മൾ ഒരുപാട് സംസാരിക്കണം എന്നില്ല. ഒത്തിരി സംസാരിക്കുന്നതല്ല കമ്മ്യൂണിക്കേഷൻ, അല്ലേ? അപ്പോ നമ്മുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വരട്ടെ നിങ്ങളുടെ പോയിന്റ്സ്. വരട്ടെ വരട്ടെ, പോയിന്റ്സ് വരട്ടെ. ഗിഫ്റ്റ് ആണ്. ഹാജറ മാമിന് ഗിഫ്റ്റ് ആണ് വേണ്ടത്. സ്ട്രോങ് റിലേഷൻഷിപ്പ്. അതെ, അങ്ങനെ ക്വാളിറ്റി ടൈം, വെരി ഗുഡ്. ക്വാളിറ്റി ടൈം കൊടുക്കാം, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം, നല്ല ബന്ധങ്ങൾ പടുത്തുയർത്താം, സ്നേഹത്തോടെ പെരുമാറാം, പരസ്പരം ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം, ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അല്ലെ? തുറന്ന് സംസാരിക്കണം. ഇവിടെ കൂടുതൽ ആളുകളും തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എംപത്തറ്റിക് ആയിരിക്കണം, EFT ചെയ്യണം, വിഷ്വലി ഓക്കെ, വിഷ്വലി ചെയ്യണം. ഓക്കെ, അപ്പൊ ആശയവിനിമയം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാല്, ലിസൺ കെയർഫുള്ളി. ഒരാള് പറയുന്നത് കേൾക്കാൻ തയ്യാറാവും. ഇല്ലേ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ക്ലാസ് ചെയ്തിരുന്നു അല്ലെ? നിങ്ങളെ കേൾക്കാൻ ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ചെയ്തിരുന്നു. ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യമാണ് കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥ, അല്ലേ? എല്ലാവരും സംസാരിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, തുറന്ന് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. എന്നാ ലിസൺ ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഏഹ് അല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് എത്രമാത്രം നമ്മൾ അങ്ങോട്ട് പറയുന്നു എന്നല്ല, ആക്റ്റീവായിട്ട് അറ്റൻറ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യുക, ഒരാളെ കേൾക്കുക. പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം, അല്ലേ? ഇപ്പൊ എൻ്റെ അടുത്ത് നിങ്ങളൊരു പ്രശ്നം പറയാണ്, ആ സമയത്ത് ഞാൻ എൻ്റെ തുറന്ന സംസാരമല്ല അവിടെ വേണ്ടത്, അല്ലേ? ഇത് ചെയ്യൂ, നിങ്ങൾ അത് ചെയ്യൂ, അങ്ങനെ പറയുന്നതിന്റെ
മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? ഇവരുടെ കാര്യങ്ങള് ഒന്ന് കേൾക്കണം. യെസ്. അവരുടെ സിറ്റുവേഷൻ അത് പറയുന്ന സമയത്ത് നമ്മൾ ഒരാൾ കേൾക്കാൻ തയ്യാറാവുന്ന സമയത്ത് തന്നെ ഇവരുടെ ആ ഒരു വലിയൊരു ആ ഒരു മല വന്നിട്ട് അലിഞ്ഞങ്ങ് പോകുന്നത് കാണാം. പല ആളുകൾക്കും ഇന്ന് ഉള്ളൊരു പ്രശ്നമാണ് കേൾക്കാൻ ആളില്ല. ഇപ്പൊ ഓഫീസിൽ നിന്ന് വരുന്ന ആ ഒരു ആൾക്ക് ഇപ്പൊ അരുണ് എന്ന് പറഞ്ഞ് അരുണ് പറയുന്ന കാര്യങ്ങള് കേൾക്കാൻ, അല്ലെങ്കിൽ ഇവര് പറയുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ ഇദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹവും വേറൊരു രീതിയിലുള്ള പ്രഷറിലാണ്, അല്ലെ, സ്ട്രെസ്സിലാണുള്ളത്. അപ്പൊ നമ്മളെ തുറന്ന് കേൾക്കാന്, നമ്മൾ പറയുന്ന ഹൃദയത്തോടു കൂടി, അല്ലെ, തുറന്ന മനസ്സോടുകൂടി ആക്റ്റീവായിട്ട് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ വോളിനോട് സംസാരിച്ചാൽ പോലെ, അല്ലേ? വോളാണെങ്കിൽ അത് അവിടെ നിന്നോളും. ഇങ്ങോട്ട് തെറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്രിറ്റിസിസോ അല്ലെങ്കിൽ വിത്തൗട്ട് ജഡ്ജ്മെന്റ്, ലിസൺ വിത്തൗട്ട് ജഡ്ജ്മെന്റ് എന്ന് പറയാം. ഒരു മുൻവിധികളും ഇല്ലാതെ നീ പറയാൻ പോകുന്നത് എന്നാ പഴയ പല്ലവിയല്ലേ, അല്ലേ, നീ ഇതല്ലേ പറയാൻ പോണത്, നീയല്ലേ അല്ലെങ്കിൽ അവനല്ലേ പറയുന്നത്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും അല്ലെ, ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പൊ ആ കുട്ടികൾ, പല കുട്ടികളും ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അതിലൊരു കുട്ടി പറയുമ്പോ അവര് അല്ലെ, ഈച്ച് ആൻഡ് എവരി വണ്ണിന് എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പൊ എല്ലാവരും നമ്മൾ പറയാറുണ്ട് അല്ലെ, ഈ 5 ഫിംഗേഴ്സ്, ഇത് ഒരേപോലെ അല്ലാത്തത് പോലെ തന്നെയാണ്. ഒരമ്മ പെറ്റ മക്കൾ പോലും ഒരുപോലെയില്ല, ട്വിൻസിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയുണ്ട്, അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, കുറവുകളുണ്ട്. അപ്പൊ ആ കഴിവുകളോടും കുറവുകളോടും എല്ലാം കൂടെ അവരെ അതുപോലെ പരിഗണിക്കുക, അതുപോലെ കേൾക്കുക എന്നുള്ളതാണ്. അവിടെ പോയിട്ട് നീ ഇതല്ലേ പറയാൻ പോകുന്നത്, ഇന്നും അത് സംഭവിച്ചു അല്ലേ, നീ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറുള്ളത്, ഇതിപ്പോ എന്താണ് ഇപ്പൊ പറയാനുള്ളത്, ഈ ഒരു രീതിയിലുള്ള ക്രിറ്റിസിസവും ഒക്കെ ബ്ലെയിമിങ്ങും ഒക്കെ മാറ്റി വെച്ച് നമ്മളൊന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്ന സമയത്ത് തന്നെ അവരുടെ മൈൻഡ് നമ്മളോടുള്ള ആ റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കൂടുകയാണ് ചെയ്യുക. ഇല്ലേ, നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്നേഹവും വിശ്വാസമൊക്കെ കൂടുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പലരും സംസാരിക്കുന്നത് തന്നെ എന്തിനാണ്? പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോൺ എടുത്തു കഴിഞ്ഞാല് ചില ആളുകള് ഫോൺ എടുത്തു കഴിഞ്ഞാല് ഒരു ഗ്യാപ്പ്, അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മള് ശരി എന്നാ ഞാൻ ഒരു സെക്കൻഡ് അവിടെ ഒഴിവുണ്ടാവില്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്തൂല. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ഫോൺ ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള തരത്തിൽ സംസാരിക്കുകയാണെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഊഴം വരുമ്പോൾ നമ്മൾ സംസാരിക്കുക. ഓക്കെ, അപ്പോ സൈലന്റ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഒരാൾ കേൾക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി ഓപ്പൺ ആൻഡ് ഓണസ്റ്റ്. സത്യസന്ധമായിരിക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറെ കളവ് പറഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് വേണ്ടാത്ത ചർച്ചകളിലേക്കൊന്നും പോവാതെ, അല്ലെ, ചില ആളുകൾ സംസാരിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ അപ്പുറത്തെ കാര്യങ്ങൾ ഇപ്പുറത്തെ കാര്യങ്ങൾ ഒക്കെ പറയാനാണ്, അല്ലെ. നല്ല സത്യസന്ധമായിട്ടുള്ള ഓപ്പൺ ആയിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ആ സംസാര വിഷയമായിട്ട് പോവാതിരിക്കുക. അങ്ങനെയുള്ള സംസാരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്കൂട്ടാവുക. അതെന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അല്ലോട്. ചില സമയത്ത് നമുക്ക് ചില ആളുകളുടെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും, ഇല്ലേ? ഇപ്പൊ ഓഫീസിൽ നമുക്ക് ചില ആളുകളുടെ കാര്യം ഇന്ന സ്റ്റാഫ് ഇന്ന പോലെ ഉണ്ട്, ചിലപ്പോൾ ഹയർ അതോറിറ്റീസ് തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ടി വന്നേക്കാം. ചില കാര്യങ്ങൾ നമുക്ക്, അല്ലെ, ചില ആളുകൾ സംസാരിക്കുന്നതിന് തന്നെ ഒരു ക്ലാഷ് ഉണ്ടാക്കാനാണ്. അവരിങ്ങനെ വലുതായി ഇങ്ങനെ അവരെ കൊണ്ട് ഇങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ കുറച്ചൊരു ഇത് ഉണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ച് അവരെന്ത് ചെയ്താലും അവരെന്ത് ചെയ്യും? അവരെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും,
അല്ലെ? ഈ വായിൽ നിന്നാണ് പല പല ഒരുപാട് തെറ്റുകൾ നമ്മൾക്ക് വരുന്നത് അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഒരുപാട് എന്താണ് പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആളുകളായിരിക്കാം. അതുപോലെ നമ്മുടെ മതാനിഷ്ടങ്ങളൊക്കെ അല്ലെ? മതാചാരങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. എന്നാലും ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ കുറിച്ച് അവരെന്ത് ചെയ്യും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെ? സംസാരം കുറയ്ക്കുക എന്ന് പറയാറുണ്ട്. നമുക്ക് ആവശ്യമുണ്ടോ എങ്കിൽ മാത്രം നമ്മള് അത് ചിന്തിക്കുക. അത് ചിന്തിച്ചിട്ട് ഇത് ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്ന് ചിന്തിച്ചിട്ട് നമ്മള് അത് സംസാരിക്കുക. അതാണ് അല്ലേ കമ്മ്യൂണിക്കേഷൻ. ഇത്തരം വാക്കുകൾ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും നമുക്കൊരു സുഖമുള്ള കാര്യമല്ല. അല്ലെ? അത് നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ് വരിക. അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക്, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ടൈം കൊടുക്കുക, ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലേ? നമ്മള് ടൈം ഇല്ലാത്തതാണ് നമുക്ക് അല്ലെ? ടൈം കൊടുക്കാനില്ലാത്തതാണ്. അല്ലെങ്കിൽ യെസ്, തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് പറയാറുണ്ട്. നിങ്ങൾ 2 പ്രാവശ്യം ചിന്തിക്കുക. ഇത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സംസാരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മള് ക്വാളിറ്റി ടൈം കൊടുക്കുക അല്ലെ? ക്വാളിറ്റി ടൈം കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും, നമ്മുടെ മക്കൾക്കാട്ടെ, ലൈഫ് പാർട്ട്ണർക്കാട്ടെ, വീട്ടിലുള്ള പേരൻസിനാവട്ടെ, അതുപോലെ നമ്മുടെ സ്കൂളില് അല്ലെ? കുട്ടികൾക്ക് വെറും പഠിത്തം എന്നുള്ള ഒരു രീതിയിൽ വരൂ ബുക്ക് എടുക്കൂ, ഇന്നലെ പഠിപ്പിച്ചത് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്ന ഒരു ടീച്ചറും ഒന്ന് ജസ്റ്റ് കുട്ടികളോട് എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ക്ലാസ് എടുക്കുന്ന, ക്ലാസ്സിലേക്ക് വരുന്ന ടീച്ചർ, അതുപോലെ ഇടയ്ക്ക് ഒരു സ്റ്റോറി പറയുന്ന ടീച്ചർ അല്ലെ? കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറെയാണോ, അല്ലെങ്കിൽ നല്ല നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ എനി ടൈം പഠിക്കാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണോ നമുക്ക് ഓർമ്മ ഉണ്ടാവുക, അത് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക? അപ്പൊ ആ ഒരു രീതിയിൽ കുട്ടികളോട് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മള് ഒരു ക്വാളിറ്റി ടൈം അവർക്ക്, മീൻസ് അവരുടെ സ്റ്റഡി ടൈമിൽ ക്വാളിറ്റി ടൈം അതാണ് എങ്കിലും ഒരു കുറച്ചു നേരം ചിരിയും തമാശയും ഒക്കെ പറയുന്ന രീതിയിൽ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ. ഓക്കെ, ഓക്കെ. ടീച്ചർ ഒരു അമ്മായി ആയിരിക്കണം എന്ന് പറയുന്നു. ഒരമ്മ ടീച്ചർ ആയിരിക്കണം, വക്കീലായിരിക്കണം, ഡോക്ടർ ആയിരിക്കണം, അല്ലെ? എല്ലാം ആയിരിക്കണം. അതുപോലെ തന്നെയാണ് അല്ലെ? നമ്മളെ അമ്മ കഴിഞ്ഞാൽ, നമ്മുടെ വീട് കഴിഞ്ഞാൽ മക്കൾക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ വരുന്നത് സ്കൂളാണ്. അപ്പൊ അതുപോലെ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്വാളിറ്റി ടൈം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ റെസ്പെക്ട് ബൗണ്ടറീസ് അല്ലെ? ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓരോരുത്തരെയും നമ്മൾ ബഹുമാനിക്കണം. അതിപ്പോ കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും അവരെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ? ഓരോരുത്തരും ഓരോ വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർക്കൊരു ബൗണ്ടറി ഉണ്ട് അല്ലെ? ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സെർട്ടൺ ലിമിറ്റ് ഉണ്ട്. അത് എന്റെ ഒരു ആളുകളെ എത്രത്തോളം എന്റെ കൂടെയുള്ള ആളുകളെ അത് എത്രത്തോളം എന്റെ അടുപ്പമുള്ള ആളുകളാണെങ്കിലും, എന്റെ മുകളിലുള്ള ആളുകളാണെങ്കിലും, എന്റെ താഴെയുള്ള ആളുകളാണെങ്കിലും, എന്റെ താഴെയുള്ള ആളുകളോടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഒറിജിനൽ സ്വഭാവം കാണിക്കുന്നത് അല്ലെ? എന്റെ താഴെയുള്ള എന്റെ മക്കള് അല്ലെ? നമ്മളുടെ ഒരു അതോറിറ്റി അല്ലെ? ആ ഒരു പവർ നമുക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളായിരിക്കും എന്റെ താഴെയാണ്. എനിക്ക് അവരെ അനുസരിപ്പിക്കാൻ പറ്റുന്ന ആളുകളുടെ അടുത്തായിരിക്കും നമ്മൾ ആ ഒരു എക്സാക്ട് സ്വഭാവം എടുക്കുന്നത്. അപ്പൊ അവരുടെ അടുത്താണെങ്കിലും അവർക്കും ഒരു ബൗണ്ടറി ഉണ്ട് അല്ലെ? അതിനപ്പുറത്തേക്ക് നമ്മൾ കൈ കടത്താതിരിക്കുക, സംസാരിക്കാതിരിക്കുക, അവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള വാക്കുകള് അതിനി ഫിസിക്കലി ആണെങ്കിലും
നമ്മുടെ വേർബലി ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ബൗണ്ടറിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരെ അതിൽ നിന്നും നമ്മൾ അതിന് കൈകടത്താതെ അവരുടെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ, അല്ലെ? നമുക്ക് അവർക്ക് വേണ്ട റെസ്പെക്ട്. എന്റെ ഭാര്യയല്ലേ, എനിക്ക് എന്തും പറയാം. ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ, നീ എനിക്ക് ഇതിനുള്ളതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ എന്റെ ഭർത്താവല്ലേ, നിങ്ങളല്ലാതെ പിന്നെ ആരാണ്? ഇല്ല, അവർക്കും ചില സമയത്ത് ചില കാര്യങ്ങൾ ആ ഒരു അവർക്ക് ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ് വേണ്ടി വരാം, അല്ലേ? വൺ സെക്കൻഡ്, ഇപ്പൊ വരാവേ. GCCയുടെ മെഡിറ്റേഷനെ ഒന്ന് 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 ഓക്കെ, സോറി ഫോർ ഇന്ററപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യുക, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആളുകളൊക്കെ കാണാം, അവർ സംസാരിച്ച് സ്വയം മറന്നു പോകും. എന്നിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആ വ്യക്തി ആരാന്ന് പോലും ചിന്തിക്കില്ല. സംസാരിച്ച് ഇങ്ങനെ ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും, അല്ലെ? അത് ചിരിച്ച് അല്ലെ? ചില ആളുകൾക്ക് അത് ഓക്കെയാണ്. നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെ, സംസാരത്തിൽ ചിലപ്പം പല തരത്തിലുള്ള പല രീതിയിൽ സംസാരിക്കാറുണ്ട്, അല്ലെ? എന്നാല് ചില ആളുകൾ അവരുടെ ഒരു പൊസിഷൻ നോക്കാതെ, അവർ ഏത് തരത്തിലുള്ള വ്യക്തികളാണെന്ന് നോക്കാതെ, അവർ ഏത് ഇമോഷനിലാണെന്ന് നോക്കാതെ ആ ഒരു സ്വയം നിലമറന്നുള്ള സംസാരം, അത് നമ്മളൊന്ന്
ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ? അതാണ് നമ്മൾ പറയുന്നത് ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. ഒരാളെ നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലാക്കിയിട്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളത് അവിടെ നിന്ന് വിഡ്രോ ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ ഷെയർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നമ്മുടെ തോട്ട്സ് ഉണ്ടാവും അല്ലെ? നമ്മുടെ ചിന്തകള്, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വികാരങ്ങള്, നമ്മുടെ ചിന്തകൾ ഇതാണെന്ന് ഒരാൾ അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പോഴാണ് അവർക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് അല്ലെ? അവര് നമ്മുടെ ഫീലിങ്സ് ഇപ്പൊ എപ്പം നമ്മൾ എപ്പോഴും ഹാപ്പി ആവുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഏതൊരു രീതിയിൽ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ വല്ലാത്ത ഇമോഷനിലാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിന്തകളിലാവും, പല തരത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് അത് നമ്മൾ അവരോട് പറയണം. ഞാൻ ഇന്നൊരു രീതിയിലാണ് ഉള്ളത്, ഈ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഓപ്പൺ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ അവരിൽ നിന്ന് നമുക്ക് വേണ്ട സപ്പോർട്ട് കിട്ടും, ആ ഒരു പരിഗണന കിട്ടും. അല്ലെങ്കിൽ ഇവര് എന്ത് ചെയ്യുന്നു, നമ്മളെപ്പോഴും ആ തമാശയും കളിയും ചിരിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരാളാണ് എന്ന് ഉള്ള രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവിടെ ട്രിഗർ ചെയ്യാറുണ്ട് അല്ലേ? നമ്മളെ അടുത്ത് വളരെ സ്നേഹമായിട്ട് നമ്മുടെ അടുത്ത് തമാശയും കളിയും ചിരിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ചില സമയത്ത് കുഞ്ഞു കാര്യമായിരിക്കും, നമ്മൾ സാധാരണ കളിയാക്കുന്നത് പോലെ കളിയാക്കുന്ന സമയത്ത് അവർക്ക് ട്രിഗർ ചെയ്യും. കാരണം ഇതാണ്, അല്ലാതെ നമ്മളോടുള്ള ഇത് പ്രശ്നം കൊണ്ടായിരിക്കില്ല. അപ്പൊ ഒരാള് വണ്ണമുള്ള ഒരാളാണ് നിൽക്കുക, അപ്പൊ സാധാരണ അവര് നമ്മൾ എന്ത് ചെയ്യും, ചില ആളുകള് നീ തടിച്ചിയാണ്, ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ഇന്ന് ആ ഒരു സ്ട്രെസ്സിൽ അവര് ഇങ്ങനെ വിഷമിച്ച് വരുന്നപ്പോഴേക്കും നമ്മൾ സാധാരണ പോലെ തന്നെ എന്താണ് ഗുണ്ടുമണിന്നോ അല്ലേ അങ്ങനെയൊക്കെ വിളിക്കുന്നത്, ഉണ്ടപ്പക്രൂന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്ന സമയത്ത് അത് മതിയാകും അല്ലേ? അതാണ് നമ്മുടെ ഫീലിങ്സ്. അതുപോലെ തന്നെ തോട്ട്സ് ഒക്കെ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾക്ക് പറ്റുന്നവരോട് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്റെ ടൈമിലാണെങ്കിലും അവരുടെ ആ ഒരു ഷെയറിങ് ഇല്ലാത്തത് കൊണ്ടാണ് പല ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതങ്ങനെ തുറന്നുള്ള ആ ഒരു സംസാരം. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് എ ഗുഡ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് വിത്ത് കമ്മ്യൂണിക്കേഷൻ. നല്ല ഒരു ബന്ധം, ഏതൊരു ബന്ധമാണെങ്കിലും നല്ല ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അല്ലേ? ആ ഒരു ആശയ വിനിമയങ്ങളിലൂടെയാണ് നല്ല ബന്ധങ്ങൾ പിറക്കുന്നത്. അപ്പോ എല്ലാവർക്കും നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനും പുതിയ പുതിയ നല്ല ബന്ധങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാനും ഇടയാവട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില പോയിന്റ്സുകൾ ഓർത്തെടുക്കാനും ചില പോയിന്റ്സുകൾ ആഡ് ചെയ്യാനും സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ടൈം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനു മുമ്പ് കുറച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഓക്കെ, സൂറ മാം സംസാരിച്ചോളൂ. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. എനിക്ക് ഈ എത്തിയിലെത്തിയിട്ട് ഒരുപാട് നേരം മൂഡിലല്ലേ. ഹലോ ഹലോ, സുറമാൻ കേൾക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, പറയൂ മാം. ഞാൻ ഈ എത്തിയിലെത്തിയതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, നമ്മുടെ ഫാമിലിയിൽ കുറവായിരുന്നു. അൽഹംദുലില്ലാഹ് ഈ എത്തിയിലെത്തിയതിന് ശേഷം ഒരുപാട് റിലേഷൻഷിപ്പ് ഒക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് ചെറിയൊരു ട്രബിൾ ഉണ്ട്, എൻ്റെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും ഒന്ന് വിഷ്വൽ ചെയ്യണം. കഴിയുന്നതും EFT-യിൽ എല്ലാവർക്കും, ഞാനിന്ന് ജീവിക്കുന്നത് ഒന്നാമത് EFT-യിൽ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേനെ.
കാരണം അത്ര ടെൻഷൻ. എന്റെ രേഖകൾ മൊത്തം ആ പേഴ്സിലാണ്. പിന്നെ കുറച്ച് ക്യാഷും ഉണ്ട്. ക്യാഷ് പിന്നെയും നമുക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കാം. പക്ഷെ രേഖകൾ അത് മൊത്തം കിട്ടും. അതിനെ കുറിച്ചുള്ള പറയും. നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങളുടെ PC കണക്ട് ചെയ്യൂ. ഓക്കെ, അത് കിട്ടും. ഓക്കെ, എന്റെ ഒരു കുറച്ച് റിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. റിങ്സ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം കോസ്റ്റ്ലി ഉള്ള റിങ്സ് ആണ്. 5 റിങ്ങുകൾ ഉണ്ടായിരുന്നു. അത് ഇന്നലെ എനിക്ക് കിട്ടി. അപ്പൊ അതും കിട്ടും. ഓക്കെ. പി സിയോട് മെസ്സേജ് അയച്ചിരുന്നു, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ മാമിന് ഞാൻ പേഴ്സണലായിട്ട് വിളിക്കട്ടെ എന്ന് കരുതിയത്. അപ്പൊ ഇന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല വിചാരിച്ചതാണ്. അൽഹംദുലില്ലാ ഓക്കെ, അത് ഇന്ന് കിട്ടും സൂറ മാം. അതിന്റെ നിങ്ങൾക്ക് അറിയാലോ അതെങ്ങനെയാണ് ടൂൾ ഉപയോഗിക്കേണ്ടത്. ആദ്യം നിങ്ങളുടെ ഈ ഒരു അത് റിലേറ്റഡ് ഉള്ള വിഷമത്തിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അത് മാം കിട്ടും കേട്ടോ. EFT ഹാപ്പി ആയിട്ട് ഇരിക്കും. ഉള്ളതുകൊണ്ടാണ് EFT Yes. ചേർന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാഞ്ഞത്. എന്റെ ആർമി കാർഡും അതിലുണ്ട്. എന്റെ മോന്റെ കെയർ ഓഫിലുള്ള ആർമി കാർഡ് ഉണ്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, എല്ലാ കാർഡും. ഞാൻ ജീവിക്കുന്ന ഫുള്ള് സാധനം അതിലുണ്ട്. പിന്നെ ക്യാഷും ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഗോൾഡ് ഇറ്റ്സ് ഓക്കെ. അതിനെന്താണ് നടപടികൾ എടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത്. ഓക്കെ, ഇതിന് മാം അത് ഒന്ന് നിങ്ങൾ ഇഷ്യൂ ആക്കണ്ട. ഞാൻ മാം അന്നതിന് റിപ്ലൈ തരണേ. ഞാനേ എന്റെ ഓക്കെ. PCനെ കണക്ട് ചെയ്തു, പക്ഷെ അവര് കണ്ടിട്ടില്ല. ഗൾഫിലല്ലേ, അവര് മെസ്സേജ് കണ്ടിട്ടില്ല. ഒക്കെ എല്ലാരും ഇത് കേൾക്കുന്നവരെല്ലാരും അൽഹംദുലില്ലാ EFTയില് നമ്മുടെ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുക. നമ്മളുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ EFTയിൽ വരണം. ഒരു വീട്ടിൽ ഒരാളെങ്കിലും EFT ചെയ്യണം എന്നാണ് എന്റെ അന്നും ഇന്നും ആഗ്രഹം. ഞാൻ എല്ലാരെയും അറിയിക്കുന്നുണ്ട്, സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്, എല്ലാവർക്കും ഓക്കെ, പേഴ്സണലായിട്ട് താങ്ക് യു സോ അയക്കുന്നുണ്ട്. മച്ച് പക്ഷെ സൂറ ആരും മാം. ഉൾക്കൊള്ളുന്നില്ല. താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, അത് കിട്ടും കേട്ടോ. കിട്ടിയെന്ന് അത് കൊടുക്കുക. ഉറച്ച വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഓക്കെ, അബ്ദുള്ള കുട്ടി സർ പറയൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വളരെ വളരെ സന്തോഷം, വളരെയധികം നന്ദി. കാരണം നല്ല നല്ല ആശയങ്ങൾ ഇവിടെ വിവരിച്ചു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആശയവിനിമയത്തിന്റെ കുറവാണ് ഇന്ന് കാണുന്ന എല്ലാ കാരണങ്ങൾ. പിന്നെ കൂടാതെ ഈ ആശയവിനിമയത്തിന്റെ എന്തൊക്കെയാണ് കണ്ടന്റ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്ന് വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിച്ച മാമിന് വളരെയധികം നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ EFT കുടുംബത്തിൽ നമ്മൾ ആശയവിനിമയം നടന്നതുകൊണ്ട് ഞാനും ഒരു കാര്യം പറയട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ മകള് റിയാദിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഓഡിയോളജിസ്റ്റായിട്ട്. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കിട്ടാൻ വേണ്ടിക്കൊണ്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം എന്ന് തീർച്ചയായിട്ടും. ഓക്കെ, എല്ലാവരുടെയും പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു വിഷ്വലൈസേഷൻ. എല്ലാവരും അത് നിങ്ങളിവിടെ ഗ്രാറ്റിറ്റ്യൂഡ് വന്ന് പറയും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സർ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ഫാത്തിമ മാം. മാം. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാ ഒരുപാട് നല്ല ക്ലാസ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നതിനും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് ഇന്ന് മാം എടുത്തൊരു ക്ലാസ് വിഷയം. അൽഹംദുലില്ലാ ഒരുപാട് നന്ദിയുണ്ട്. ഓരോ മെഡിറ്റേഷനും ഓരോ ക്ലാസ്സുകളും നമ്മൾക്ക് ഇങ്ങനെ നല്ല നല്ലത് തന്നുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദി. സാറിനോടും എല്ലാ PCMമാരോടും ഈ EFTന്റെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരോടും അൽഹംദുലില്ലാ ഒരുപാട് നന്ദി. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ജീവില മാം സംസാരിച്ചോളൂ. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. കാരണം ഇതിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. നല്ല ഒരു എന്താ പറയാ, നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറച്ചിലും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയിരുന്ന ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ ഇമോഷണൽ ആവുന്നുണ്ടല്ലേ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ ജിജില. അതിന്റെ അടുത്താണ് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നത്.
ഉം. ഒരു 5 വർഷമായി റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരുന്നു. ഉം. അപ്പൊ അതില് ഒരുപാട് ശരിക്കും കിടന്നുപോയി എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞു. അതിൽ ഒരുപാട് ചേഞ്ചസ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് ഒരു 2 വർഷം ഞാൻ പറ്റി കിടപ്പിലായി. പിന്നെ അതിൽ നിന്നും ഞാൻ ഉയർത്തെണീറ്റ് വന്ന് എനിക്ക് ആന്റിബോഡീസ് ഒക്കെ കയറ്റി അതിൽ ഉയർത്തെണീറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ 2025 ഏപ്രിലാണ് ഈ ഒരു അവസരം അറിയണത്. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല. എനിക്ക് ഹെൽത്ത് ഇഷ്യൂവിനെക്കാട്ടിലും വലിയൊരു ഇഷ്യൂ ആയിട്ട് എൻ്റെ റിലേഷൻഷിപ്പ് തോന്നി. കാരണം ഒന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞപ്പോ അതെന്നെ വളരെയധികം സങ്കടത്തിലാക്കി. അപ്പൊ എനിക്ക് തോന്നി ആ ഒരു സങ്കടം കൊണ്ടു നടന്നാല് വീണ്ടും ഞാന് ആ ഒരു അസുഖത്തിലേക്ക് തന്നെ പോകുമോ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ വേഗം ചാടി കയറി. അപ്പോ ഷബിന മേഡമാണ് എൻ്റെ PC. വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക്. ഇപ്പോ ഞാൻ ഒരുപാട് വിഷ്വലൈസേഷൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഇതിലേക്ക് വരണം എന്നുള്ളത്. ഈ ഒരു 20th ബാച്ചിൽ ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്. മാറ്റം, ഒരുപാട് മാറ്റം. EFTക്കാണ് അതിന്റെ ഒരു ആനന്ദാശ്രുക്കളാണ് അല്ലേ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോ ഹെൽത്ത് വൈസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും വെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഞാനിപ്പോ ഹാപ്പിയാണ് മാഡം. ഇനിയിപ്പോ ആള് ഈ ഒരു ഇത് കോഴ്സ് കഴിഞ്ഞാല് എനിക്ക് ഉറപ്പാണ് അത് 100% ഞങ്ങളുടെ ഒരു പഴയ ഒരു ഇതിലേക്ക് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് മാം. പഴയതിലേക്കല്ല, അതിക്കും മേലെ ആയിരിക്കും. ഓക്കെ താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, ഷാനിയ മാം. അപ്പൊ നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ PCAയിൽ നിന്ന് വാങ്ങിക്കുക. അതുപോലെ PC ഇല്ലാത്ത ആളുകൾ എന്നെ കണക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഷാനിയ മാം പറയൂ. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഇങ്ങനെ മെഡിറ്റേഷന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, നെക്സവന് പോയതുകൊണ്ട്. പക്ഷെ ക്ലാസ് വന്ന് പെട്ടെന്ന് വന്ന് കേട്ടു. അപ്പോ അൽഹംദുലില്ലാ എനിക്ക് കേൾക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. ഞാന് ഇത് കുറെ ഇങ്ങനെ വെറുതെ സംസാരിക്കും പോലെ, മാം പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും വെറുതെ സംസാരിക്കുമ്പോൾ അത് മുഴുവനായിട്ട് കേൾക്കാനുള്ളൊരു ടെൻഡൻസ് ഇല്ല. ഇപ്പോ നമ്മളെ EFTയിൽ വന്നപ്പോഴാണ് അൽഹംദുലില്ലാ കുറെ കാര്യങ്ങളില് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനും. അപ്പോ അൽഹംദുലില്ലാ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിചാരിച്ചത് പോലൊക്കെ നടന്നിട്ടുണ്ട്. മോൾക്കൊരു വീട് എന്ന് വിചാരിച്ചിരുന്നു, അത് അൽഹംദുലില്ലാ പടച്ചോൻ ശരിയാക്കി തന്നു. ഓള് കുറെ കാലങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ മക്കളൊക്കെ വലുതായിട്ട് പോലും ഒരു വീടായിട്ടുണ്ടായിരുന്നില്ല. ഒന്നിച്ചായിരുന്നു താമസമൊക്കെ. അപ്പൊ അവര് ജ്യേഷ്ഠനും വൈഫൊക്കെ പോയി, അവരൊറ്റക്കായി. അപ്പൊ അതിൽ വലിയ ആശ്വാസം അൽഹംദുലില്ലാ. നല്ല സന്തോഷത്തിലാണ്. അപ്പോ പിന്നെ അഡ്വാൻസിന് മാം പറഞ്ഞ പോലെ പോരണം. അപ്പൊ റംസാൻ കഴിയട്ടെ എന്നുള്ള ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അൽഹംദുലില്ലാ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടാ റംസാൻ കഴിഞ്ഞിട്ടാവും ഇൻഷാ അല്ലാ. അങ്ങനെ ഉള്ളൂ. പിന്നെ ആ സിറ്റുവേഷൻ ഇപ്പൊ ശരിയായി. മോൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോ കാശിന്റെ കാര്യത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് അപ്പൊ വരും ഷാനിയ മാം. നിങ്ങൾ നമ്മുടെ വിഷ്വലൈസേഷൻ ഗ്രൂപ്പിൽ വരും, ക്യാഷ് ഒക്കെ വരും. ഇനിയിപ്പോ നോമ്പിന് ഇല്ലേ, ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ എങ്ങാണ്ടല്ലേ വരുന്നത്. അത് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അഡ്വാൻസ് വരുന്നത്. അപ്പം കഴിയുന്നതും പറ്റുവാണെങ്കിൽ ഞാൻ വിഷ്വലൈസേഷൻ ക്ലാസ് കേൾക്കുന്നുണ്ട്. കേറുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടോ ഇതിനകത്ത്? ഷാനിയ മാം ഉണ്ട്? ഞാൻ എഴുതിയിട്ടില്ല, അപ്രോഷൻ എഴുതിയിട്ടില്ല. അത് ഓക്കെ ഇൻഷാ അല്ലാ ഓക്കെ, നിങ്ങൾക്ക് വരാൻ സാധിക്കും ഷാനിയ മാം, പറ്റും. വിഷ്വലൈസ് ചെയ്യേ. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. രാജലക്ഷ്മി മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് ഗോഡ്, താങ്ക് യൂണിവേഴ്സ്. ഞാൻ ഹാൻഡ് റൈസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്ന, കാരണം പുതിയ ആൾക്കാർ പറയട്ടെ. പക്ഷെ ഈ ഒരു ഇത് കേട്ടപ്പോൾ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല എനിക്ക്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് മൊത്തമാണ് മാം പറഞ്ഞത്.
നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എൻ്റെ സഹോദരന്മാരും അതുപോലെ അവർ വൈഫുമാരുമായിട്ടൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്യും, ഒരുപാട് സംസാരിക്കും. ഞാൻ വിചാരിക്കും ഇവരെന്തോ ഇത്രയും ഇരുന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നോ. പക്ഷേ അതുകൊണ്ട് ഞാൻ EFTയിൽ എത്തിപ്പെട്ടു. അതിലാണ് ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്കും ഉള്ള ഒരുപാട് കുട്ടികൾ ഇന്ന് വഴിതെറ്റി പല രീതിയിലും പോകുന്നതിന് പ്രധാന കാരണം അവരെ കേൾക്കാത്തത് തന്നെയാണ്. അച്ഛനമാർക്ക് സമയമില്ല, ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്, പണം ഉണ്ടാക്കാൻ ആക്രാന്തം പിടിച്ച് ഓടുന്ന രക്ഷകർത്താക്കളുണ്ട്. എനിക്കറിയാം കുറേ പേര്. EFTയിലുള്ള ഒരുപാട് പേരെന്നെ വിളിക്കുമ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ അവർ കൂടുതൽ പേരും പറയുന്നത് അവരെ വീട്ടിനകത്ത് അവർക്ക് യാതൊരു ഹസ്ബൻഡുമായിട്ട് ഒരു അടുപ്പവും ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ ഒരു വാചകം ശരിയാണോ തെറ്റാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ കുട്ടികളില്ലെങ്കിൽ നിങ്ങൾ ഈ ജീവിതം ഉപേക്ഷിച്ച് രക്ഷപ്പെടാനാ പറഞ്ഞു. കാരണം ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ സഹിച്ചല്ല, സാറ് പറയുന്നതാണ് അവിടെ അങ്ങ് കിടന്നു പോകും അവർക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നമുക്ക് ഏറ്റവും അത്യാവശ്യം, അതായത് നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു അസുഖം വന്നാൽ അടുത്ത് ചെന്നിരുന്ന് ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് തലോടി അവരെ നെറ്റിക്കൊന്ന് കൈ വെച്ചിട്ട് ആ കുറവുണ്ടോ എന്ന് ഒരു ചോദ്യം മതി, അല്ലാതെ അവിടെ മരുന്നൊന്നും വേണ്ട. ഏറ്റവും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനാണ് എല്ലാ റിലേഷനും. അത് ബേസിക് ആയിട്ട് ഉണ്ടാകുന്ന നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. ഒരുപാട് എനിക്ക് ഇപ്പൊ ഞാൻ അവരോടെല്ലാം ഹൃദയം തുറന്ന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കും, എന്നെ ഇവിടെ എത്തിച്ചല്ലോ ഭഗവാനെ. പ്രിയ ഗുരു റഫീഖ് സാറിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഒരുപാട് സന്തോഷം, ഒരുപാട് എല്ലാവരോടും ഓരോ വ്യക്തികളോടും എണ്ണി പേരെടുത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ ടൈം ആയിട്ടുണ്ട്, നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ മോർണിംഗ് ക്ലാസ് കേട്ട എല്ലാവർക്കും, ഇത് ഇനി കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹമുള്ള ആ ഒരു ആശയവിനിമയം നടത്തി പ്രോപ്പറായിട്ട് അല്ലെ, അറിഞ്ഞും കൊണ്ടും കൊടുത്തും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടിയുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഒരു ജീവിതം സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ. Thank you, ma'am. Thank you, ma'am.